എല്ലാവർക്കും സോഷ്യൽ സയൻസിൻ്റെ SSLCയുടെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ അധ്യയന വർഷത്തിലെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഈ അധ്യയന വർഷത്തിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചാപ്റ്ററിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കാം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ SS ഫസ്റ്റിലെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പേര് പറയുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഇവിടെ കുമാരനാശാൻ്റെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ആ കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയ കുമാരനാശാൻ്റെ കവിതയിലെ വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കവിതയിലെ വരികൾ നമുക്കത് വായിക്കാം. വായിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഫ്രീഡം അലോൺ ഈസ് നെക്ടർ ഡിവൈൻ, ഫ്രീഡം ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്, ടു എ സെൽഫ് റെസ്പെക്റ്റിംഗ് പീപ്പിൾ സ്ലേവറി ഈസ് മോർ ടെറിബിൾ ദാൻ ഡെത്ത്. എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യം ഒരു അമൂല്യമായ നിധിയാണെന്നും ആ സ്വാതന്ത്ര്യം ജീവിതം തന്നെയാണെന്നും സെൽഫ് റെസ്പെക്റ്റുള്ള അഭിമാനമുള്ള ജനതയ്ക്ക് അടിമത്വം മരണത്തെക്കാളും ദുരന്തപൂർണ്ണമായിരിക്കുമെന്നാണ് കുമാരനാശൻ പറയുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്? സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുമാരനാശൻ പറഞ്ഞ വരികളാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്താണ്? സ്വാതന്ത്ര്യം ജീവിതം തന്നെയാണ്, സ്വാതന്ത്ര്യം അമൂല്യമായൊരു നിധിയാണ്. എന്താണ്? അഭിമാനമുള്ള ജനങ്ങൾക്ക്, ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായി അഭിമാനമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിമത്വം, മറ്റൊരാളുടെ അടിമയായി നിങ്ങൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ അടിമയായി നമ്മൾ ജീവിക്കുന്നത് മരണത്തെക്കാലം അപ്പുറമാണ്. എങ്ങനത്തെ ആൾക്കാർക്ക്? സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർക്ക് മരണത്തെക്കാലം ദുരന്തപൂർണ്ണമായിരിക്കും മറ്റൊരാളുടെ അടിമത്വം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുക. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നതാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യം ജീവിതം തന്നെയാണ്. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് ഇഷ്ടപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കാൻ കഴിയുന്നതാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്നും അദ്ദേഹം പറയുന്നു. അഭിമാനമുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം. നമ്മുടെ ചരിത്രം പരിശോധിക്കുകയാണ്. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് എത്തിയ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് പല രാജ്യങ്ങളെക്കുറിച്ചും പല സാമ്രാജ്യങ്ങളെക്കുറിച്ചും പല സിസ്റ്റത്തെക്കുറിച്ചും വ്യവസ്ഥിതികളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ, ഏതെങ്കിലും ഒരു വ്യവസ്ഥിതിയിൽ, അതൊരു രാജഭരണമായിക്കോട്ടെ, ഒരു രാജ്യമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഭരണമോ ആയിക്കോട്ടെ, പലതരത്തിലുള്ള ഭരണ രീതികളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പലതരത്തിലുള്ള ഭരണ സംവിധാനങ്ങളില്ലാത്ത ഒരു സിസ്റ്റം എന്ന് പറയാം. ആ സിസ്റ്റത്തിൽ ഫ്രീഡം, അവിടുത്തെ ജനങ്ങൾക്ക് ഫ്രീഡം നിഷേധിക്കപ്പെടുകയാണെന്ന് വിചാരിക്കുക. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് ആ രാജ്യത്തിലെ സിസ്റ്റം കാരണം, ആ രാജ്യത്തിലെ വ്യവസ്ഥിതി കാരണം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും? ആ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. ജനങ്ങൾ ആ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാനായിട്ട്, ഫോർ എക്സാമ്പിൾ, ഒരു രാജാവ്, വളരെ ദുഷ്ടനായ ഒരു രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, ജനങ്ങൾക്ക് ഒരു സുഖവും അന്വേഷിക്കാതെ ഒരു രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ജനങ്ങൾ ആ രാജാവിനെ എടുത്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ജനങ്ങൾ ആ രാജാവിൻ്റെ ഭരണം മാറ്റി വേറെ രാജാവിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ സ്വയം ഡെമോക്രസി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യും. ജനങ്ങൾ അവിടെ എന്ത് നടത്തും? അടിയടക്കും, പ്രക്ഷോഭം നടത്തും. അങ്ങനെ ജനങ്ങൾ ആ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാനായി ശ്രമിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു റിവോൾട്ട് കാരണം, ഏതെങ്കിലും ഒരു പ്രക്ഷോഭം കാരണം സിസ്റ്റം ചേഞ്ച് ആവുന്നു എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രക്ഷോഭം കാരണം സിസ്റ്റം ചേഞ്ച് ആവുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ, ഈ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി, ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. റവല്യൂഷൻ. എല്ലാ പ്രക്ഷോഭങ്ങളും റവല്യൂഷൻ ആവുമോ? ഇല്ല. ഏതെങ്കിലും ഒരു പ്രക്ഷോഭം, ഏതെങ്കിലും ഒരു അടിപിടി, ഏതെങ്കിലും ഒരു സമരം ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയെ തന്നെ മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ വ്യവസ്ഥിതിയെ, ഭരണത്തെ, ഗവൺമെൻറ്റിനെ തന്നെ മാറ്റുകയാണെങ്കിൽ ആ ഒരു ചേഞ്ചിനെ നമുക്ക് എന്ത് വിളിക്കാം? വിപ്ലവം എന്ന് വിളിക്കാം, റവല്യൂഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ കുറച്ച് റവല്യൂഷൻസിനെ കുറിച്ച് തന്നെയാണ്, കുറച്ച് വിപ്ലവങ്ങളെക്കുറിച്ച് തന്നെയാണ്. രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയെ തന്നെ മാറ്റിയ, പ്രദേശങ്ങളുടെ വ്യവസ്ഥിതിയെയും ഭരണത്തെയും തന്നെ മാറ്റിയ മാറ്റങ്ങളെക്കുറിച്ച്, വിപ്ലവങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. ആ വിപ്ലവങ്ങൾ ലോകത്തെ തന്നെ സ്വാധീനിച്ചവയാണ്. റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ലോകത്തെ തന്നെ സ്വാധീനിച്ച വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് റവല്യൂഷൻ എന്ന് നമുക്ക് മനസ്സിലായി. എന്താണ്
ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ പ്രക്ഷോഭം നടത്തുകയും പ്രക്ഷോഭം നടത്തി അവിടുത്തെ വ്യവസ്ഥയെ തന്നെ മാറ്റുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തെ തന്നെ സ്വാധീനിച്ച, ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ 5 വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കുമാരനാശാൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി. ഇനി നമുക്ക് ബാക്കി പോർഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് വിപ്ലവങ്ങളെ സ്വാധീനിച്ചത്. നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോഴാണ് ജനങ്ങൾ വിപ്ലവത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോഴാണ് ജനങ്ങൾ വിപ്ലവത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വിപ്ലവത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, സമരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കുറച്ച് സവിശേഷതകൾ വേണ്ടേ? ജനങ്ങൾക്ക് കുറച്ച് ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമുക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മുടെ സ്വയമേവ നമുക്ക് ഈ ചില ഗുണങ്ങളുണ്ടെങ്കിൽ, ചില ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ശരിയും തെറ്റ് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ജനങ്ങൾക്ക് തെറ്റ് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, തങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന ഗുണങ്ങൾ വേണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ മേജർ ഫാക്ടർ ദാറ്റ് സ്റ്റിമുലേറ്റ് ഏറിയ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ആദ്യകാല വിപ്ലവങ്ങളെ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന 5 വിപ്ലവങ്ങളെയും ആ വിപ്ലവങ്ങൾ ഉണ്ടാവാൻ ഉള്ള കാരണം എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നവോത്ഥാനം. നവോത്ഥാനം എന്താണെന്ന് നമുക്കറിയാം. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മറ്റ് ദൈവത്തിനോ അതുപോലെയുള്ള വിശ്വാസങ്ങൾക്കോ അപ്പുറം മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഹ്യൂമനിസ്റ്റ് ചിന്താഗതിയൊക്കെയുള്ള ഒരു ഘടകമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ലോകത്ത് തന്നെ പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ് നവോത്ഥാനം. ജനങ്ങളുടെ ചിന്ത തന്നെ മാറ്റിമറിച്ച ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ് നവോത്ഥാനം. ആ നവോത്ഥാനത്തിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഹ്യൂമനിസം, മനുഷ്യന് പ്രാധാന്യം കൊടുത്തുള്ള ചിന്ത. ഓക്കെ, നമുക്കറിയാം പണ്ടുകാലത്ത് യൂറോപ്പിൽ മതങ്ങൾക്കും പള്ളികൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ പള്ളിയിലച്ചന്മാരൊക്കെ കുറച്ച് പേരൊക്കെ എന്ത് ചെയ്തു? ബൈബിളൊക്കെ തിരുത്തി എഴുതുകയും ബൈബിളിൽ പള്ളിയിലച്ചന്മാരാണ് അല്ലെങ്കിൽ ആ ഫാദേഴ്സാണ് ഏറ്റവും ഉയർന്നതെന്നും ദൈവത്തിനോട് നേരിട്ട് കമ്മ്യൂണിക്കേഷനുള്ള അവർക്ക് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടാക്സ് കളക്ട് ചെയ്ത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു യൂറോപ്പിലുണ്ടായിരുന്നത്. അപ്പോഴാണ്, എന്നാൽ അങ്ങനെയല്ല, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യരാണെന്നും മനുഷ്യരുടെ സുഖമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം, മനുഷ്യരുടെ സുഖമായ ജീവിതമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു മാറ്റമാണ് നവോത്ഥാനം. ആ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റുകൾ. ഈ 4 പോയിന്റുകൾ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകതകളാണ്. നവോത്ഥാനം എന്ന് പറയുന്ന മാറ്റത്തിൻ്റെ പ്രത്യേകത, അതായത് അന്ന് വരെ ആർക്കൊക്കെയോ അടിമയായി ജീവിച്ച മനുഷ്യർ പുതിയൊരു മാറ്റത്തിലേക്ക് പോകുന്നു, ചേഞ്ചിലേക്ക് പോകുന്നു. അതാണ് റിനൈസൻസ്. എന്താണ് റിനൈസൻസിൻ്റെ പ്രത്യേകത? മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചിന്ത, മാനവികത, ഹ്യൂമനിസം, മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചിന്ത. ലോകത്തൊന്നുമല്ല പ്രധാനം, ഏറ്റവും പ്രധാനം ആരാണ്? മനുഷ്യനാണ് എന്ന് പറയുന്ന ചിന്തയാണ് ഹ്യൂമനിസം. സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രത്വര എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തെയും ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചുത്തരം കണ്ടുപിടിക്കാനുള്ള ശേഷി. അതായത് നമുക്കിപ്പോൾ പണ്ട് കാലങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തരുന്ന ഒന്നാണ് മഴ എന്നും, അല്ലെങ്കിൽ ഏതോ ഒരു ദുഷ്ടശക്തി നമ്മുടെ നാടിനെ ഉപദ്രവിക്കാൻ വേണ്ടി കൊടുത്തുവിടുന്ന സാധനമാണ് ഈ മഴ, അത് നമ്മൾ പണ്ട് വിശ്വസിച്ചിരുന്നു. എന്നാൽ സയൻറ്റിഫിക്കലി ചിന്തിച്ചപ്പോഴോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചപ്പോൾ എന്ത് മനസ്സിലായി? നീരാവിയായിട്ട് വെള്ളം മുകളിലേക്ക് പോവുകയും അവിടെ നിന്ന് തണുത്ത് മഴയായിട്ട് പെയ്യുകയാണെന്നൊക്കെ മനസ്സിലായി. ശാസ്ത്രീയമായിട്ട് ഏതൊരു കാര്യത്തെയും സമീപിക്കാനുള്ള ശേഷിയാണ് സയൻറ്റിഫിക് ടെമ്പർ. അത് നവോത്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ഈ പ്രത്യേകത ഉണ്ടോ നോക്കണം. നിങ്ങൾക്ക് ഈ പ്രത്യേകത ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റും. റാഷണൽ തിങ്കിങ്, യുക്തിചിന്ത, യുക്തിപൂർണ്ണമായിട്ട് ചിന്തിക്കുക. അതായത് അന്ധവിശ്വാസങ്ങളോട്ടൊന്നും പോകാതെ യുക്തിപരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, റിയാലിറ്റി മാത്രം ചിന്തിക്കുന്നതാണ് റാഷണൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്ത എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തെയും, എന്നാൽ ഒരാൾ പറയുന്നൊരു, ഇപ്പോൾ ഒരാൾ നമ്മുടെ ഒരു കാര്യം പറയുകയാണ്, ആ കാര്യത്തെ എന്ത് ചെയ്യുക? അത് കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയോ കണ്ണടച്ച് എതിർക്കുകയോ ചെയ്യാതെ എന്തോ അതിൽ പെശയില്ലേ എന്ന രീതിയിൽ ഒന്ന് അപഗ്രഥിച്ച് ചിന്തിക്കുന്ന രീതിയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഈ 4 ഗുണഗണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നവോദ്ധരിക്കപ്പെട്ടു എന്നാണ്. ഈ 4 ഗുണഗണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നവോദ്ധരിക്കപ്പെട്ടു. മനുഷ്യന് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ശാസ്ത്രീയമായിട്ട് എല്ലാത്തിനെയും അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്, റാഷണലായിട്ട് യുക്തിപൂർണ്ണമായിട്ടും വിമർശനാത്മകമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുമെന്നാണ്. ഓക്കെ, അങ്ങനെ ചിന്തിച്ച മനുഷ്യരാണ് ലോകത്തിന് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ചിന്തിച്ചിട്ടുള്ള മനുഷ്യർ മാത്രമേ ലോകത്തിന് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളൂ. These novel ideas of Renaissance motivated people to question irrational beliefs and traditions. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ നോവലായിട്ടുള്ള ഇത്ര പരിശുദ്ധമായ ഐഡിയാസ് കിട്ടിയ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇറാഷണലായിട്ടുള്ള, യുക്തിപൂർണ്ണമല്ലാത്ത, അനാവശ്യമായിട്ടുള്ള ട്രഡീഷൻസിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ചോദ്യം ചെയ്യാൻ തുടങ്ങി. വാട്ട് യു മീൻ ബൈ ട്രഡീഷൻ? എവിടെയെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു പ്രവൃത്തി കുറേ കാലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരേ പ്രവൃത്തി കുറേ കാലം ചെയ്യുകയാണ്,
അതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയും. അതിനെ നമ്മൾ കൾച്ചർ എന്ന് പറയും. കൾച്ചർ കുറേ കാലം കൊണ്ട് ഒരു ഫാമിലി ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ആയിക്കോട്ടെ, ഒരു പ്രത്യേകതരം കല്യാണം, ഓരോ മതങ്ങൾക്ക് പ്രത്യേകതരം കല്യാണങ്ങളുണ്ടല്ലോ. ഒരു കല്യാണ രീതി ഒരു ഫാമിലി കുറച്ച് കാലം കൊണ്ട് നടക്കേണ്ട, കുറേ കാലം കൊണ്ട് ആ ഫാമിലി ആ രീതിയിലാണ് കല്യാണം കഴിക്കുന്നത്. തലമുറകൾ കഴിയും തോറും അത് ആ ഫാമിലിയുടെ ട്രഡീഷനായിട്ട് മാറും. അതാണ് ട്രഡീഷൻ, അതാണ് കൾച്ചർ. ട്രഡീഷൻ കുറേ കാലമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി കൾച്ചർ, അത് തലമുറകൾ കഴിയും തോറും അതിനെ ട്രഡീഷനായിട്ട് മാറും. അങ്ങനെ ഇറാഷണൽ ആയിട്ടുള്ള വിശ്വാസങ്ങളും തെറ്റായിട്ടുള്ള ട്രഡീഷൻസും എല്ലാം, പാരമ്പര്യങ്ങളും എല്ലാം ചോദ്യം ചെയ്യാൻ ഈ 4 ഗുണങ്ങൾ, ഈ 4 ഫാക്ടേഴ്സ് കാരണമായി. അതായത് പണ്ട് തൊട്ടേ നമ്മളൊരു തെറ്റ് വിശ്വസിച്ച് വരുന്നു. അപ്പോഴാണ് നവോദ്ധരിക്കപ്പെട്ട ഒരാളുടെ മുമ്പിലേക്ക് ഈ ഒരു സംഭവം എത്തുന്നത്, അല്ലെങ്കിൽ നവോദ്ധരിക്കപ്പെട്ട ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു സംഭവം എത്തിച്ചേരുന്നത്. ജനങ്ങൾ എന്ത് ചെയ്യും? അതിനെ ചോദ്യം ചെയ്യും. ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യുകയും ആ രീതിയെ മാറ്റാനായിട്ട് ശ്രമിക്കും. നമ്മുടെ നാട്ടിലുള്ള അന്ധവിശ്വാസങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള തെറ്റായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് എന്ത് കാരണമാണ്? നവോത്ഥാനം കാരണമാണ്. ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യർ, ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യർ അതിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ജാതീയത പോലുള്ള വളരെ ദുഷ്ട ചിന്തകൾ, അന്ധവിശ്വാസങ്ങൾ, ഒരുപാടുണ്ട്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുക, വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുക, മേൽമുണ്ട് ധരിക്കാൻ പറ്റാതിരിക്കുക, മാല ധരിക്കാൻ പറ്റാതിരിക്കുക, താഴ്ജാതിയിൽ നിന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകൾക്ക് ആഭരണങ്ങൾ ധരിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെ പല 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 ദുരാചാരങ്ങൾ, അനാവശ്യങ്ങൾ, സതി നമുക്കറിയാവുന്ന ദുരാചാരമാണ്. ഈ ദുരാചാരങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്. പക്ഷേ നവോദ്ധരിക്കപ്പെട്ട മനുഷ്യർ അതിനെതിരെ പ്രതികരിച്ചു. നവോദ്ധരിക്കപ്പെട്ട മനുഷ്യർ എന്ന് വെച്ചാൽ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ അതിനെതിരെ പ്രതികരിക്കുകയും നാടിനെ രക്ഷിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതാണ് നവോത്ഥാനവും നവോത്ഥാനത്തിൻ്റെ ഘടകങ്ങളുമാണ് ലോകത്തെ എല്ലാ വിപ്ലവത്തിൻ്റെയും അടിസ്ഥാനം. നോക്കാം, അങ്ങനെ നവോദ്ധരിക്കപ്പെട്ട ആൾക്കാർ എത്തിച്ചേർന്നൊരു സംഭവമാണ്. അതായത് ഫാക്ടേഴ്സ് ദാറ്റ് കോസസ് ദ ബർത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റ്, ജ്ഞാനോദയം. നവോദ്ധരിക്കപ്പെട്ട ആൾക്കാർ മാത്രം എത്തിച്ചേരുന്ന ഒരു ലെവലാണ് ജ്ഞാനോദയം. ദ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ഗേവ് ബർത്ത് ടു എൻലൈറ്റ്മെൻറ്റ് ഇൻ ദ 18th century. 18th നൂറ്റാണ്ടായപ്പോഴത്തേക്കും ശാസ്ത്രീയമായിട്ടുള്ള വളർച്ച, ശാസ്ത്രലോകത്തിൻ്റെ വളർച്ച, ശാസ്ത്രീയമായ വളർച്ച എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എല്ലാവരും സയൻറ്റിഫിക് ടെമ്പറോടെ ചിന്തിക്കുമ്പോഴത്തേക്കും ശാസ്ത്രത്വര കൂടും. ജനങ്ങൾക്ക് ശാസ്ത്രത്വര കൂടുമ്പോഴത്തേക്കും ശാസ്ത്രത്തിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കും. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്ത് ചെയ്യും? ജ്ഞാനോദയത്തിലേക്ക് നമുക്ക് ശരിയായ അറിവ് ലഭിക്കും. ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയായ അറിവ് ലഭിക്കുന്ന അവസ്ഥയാണ്. ജ്ഞാനോദയത്തിലേക്ക് എത്തും. അങ്ങനെ എൻലൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും വിശ്വസിക്കുന്നത് 4 ആശയങ്ങളിലാണ്. ഒന്ന്, സ്വാതന്ത്ര്യം. ഞാനൊരു ജ്ഞാനോദയം നേടിയ അല്ലെങ്കിൽ എൻലൈറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഏതിലായിരിക്കും? സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കും, ജനാധിപത്യത്തിൽ വിശ്വസിക്കും, തുല്യതയിൽ വിശ്വസിക്കും, സമത്വത്തിൽ വിശ്വസിക്കും, നാഷണലിസം, ദേശീയതയിൽ വിശ്വസിക്കും. അങ്ങനെ എൻലൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ 4 ഐഡിയാസ് മുന്നോട്ട് വച്ചു. നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് സ്വാതന്ത്ര്യമാണ്. നമുക്ക് വേണ്ട ഭരണരീതി ഡെമോക്രസിയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് സമത്വമാണ്. നമ്മൾ ഒരു ദേശത്തിന് ജീവിക്കുകയാണെങ്കിൽ ആ ദേശത്തെ നമ്മൾ സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്നൊക്കെ ആര് പറഞ്ഞു? നവോദ്ധരിക്കപ്പെട്ട എൻലൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളുടെ ചിന്ത മാറണം. സോഷ്യൽ സയൻസ് പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങൾ നവോദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, നവോദ്ധരിക്കപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഗുണങ്ങൾ നിങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് സോഷ്യൽ സയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. എൻലൈറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 2 കാര്യങ്ങൾ പഠിച്ചു. നവോത്ഥാനമാണ് എല്ലാ വിപ്ലവത്തിനും കാരണം. നവോത്ഥാനമാണ് എല്ലാ വിപ്ലവത്തിനും കാരണം. നവോത്ഥാനത്തിൻ്റെ 4 ഘടകങ്ങൾ. അതിനുശേഷം നവോദ്ധരിക്കപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യും? ജ്ഞാനോദയത്തിലേക്ക് വരും. സയൻസിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് എൻലൈറ്റ്മെൻറ്റിലേക്ക് നയിക്കും. ആ എൻലൈറ്റ്മെൻറ്റ് കാരണം എൻലൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. ഓക്കെ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളിതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിട്ട് കണക്കാക്കുക. ഈ ചാപ്റ്ററിലെ കൂടുതൽ വീഡിയോകൾക്ക് നോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും.